സംസ്ഥാനത്ത് വന്യമൃഗഭീതി ഒഴിയുന്നില്ല. ഇന്നും വിവിധയിടങ്ങളിൽ ആനയും പുലിയും ഇറങ്ങി. കണ്ണൂരിൽ ആന ഇറങ്ങിയ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇന്നലെ രാത്രി മുതൽ കരിക്കോട്ടക്കരിയിൽ ഭീതി പരത്തുന്ന കാട്ടാനയെ മയക്കുവെടി വെക്കാനാണ് ഇപ്പോൾ നീക്കം. ആന അക്രമവാസന കാണിക്കുന്നതിനാൽ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ 7, 8, 9 വാർഡുകളിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. വി എസ് രഞ്ജിത്താണ് അവിടെയുള്ളത്. ഗുഡ് ഈവനിംഗ് വി എസ് രഞ്ജിത്ത്. ആന ആക്രമണകാരിയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആളുകൾ എത്രത്തോളം ഭീതിയിലാണ്? മയക്കുവെടി ഇന്നുണ്ടാകുമോ? മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി ഉൾക്കാട്ടിൽ അയക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അയ്യങ്കുന്ന് പഞ്ചായത്തിൽ, അയ്യങ്കുന്ന് എന്ന് പറയുന്നത് ആറളം പഞ്ചായത്തിന്റെ ഭാഗം തന്നെയാണ്. പണ്ടത്തെ ആറളം പഞ്ചായത്താണ്. അത് വിഭജിച്ചാണ് അയ്യങ്കുന്ന് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ആറളം വനമേഖലയുടെ ഭാഗം തന്നെയായിട്ടുള്ള അയ്യങ്കുന്ന് പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ തന്നെ കരിക്കോട്ടക്കരി ഭാഗത്താണ് ആനയെ കണ്ടിട്ടുള്ളത്. ഒരു കുട്ടിയാനയാണ് ഇറങ്ങിയിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കുട്ടിയാന പക്ഷേ അല്പം ആക്രമണകാരിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാർഡുകളിലൊക്കെ നിരോധനാജ്ഞ നിലനിൽക്കുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ RRT പ്രവർത്തകരും ചേർന്ന് ആനയെ കാട്ടിലേക്ക് ഓടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഈ കുടക് വനമേഖലയുടെ മലയുടെ താഴ്വാരത്താണ് ഈ അയ്യങ്കുന്നും ആറളം ഒക്കെ ഉള്ളത്. ആ ഭാഗത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ കാട്ടാനയെ ഈ കുട്ടിയാനയെ വെടിവെച്ച് മയക്കുവെടി വെച്ച് പിടികൂടാനാണ് ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തൊട്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ കരിക്കോട്ടക്കരി ഭാഗത്ത് ആനയുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ പിടികൂടി അല്ലെങ്കിൽ ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ആ ശ്രമം തുടരുന്നു. മയക്കുവെടി വെക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി ഈ സന്ധ്യ മയങ്ങുന്നതിന് മുൻപ് തന്നെ അത്തരത്തിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ പറയുന്ന വനപാലകരും ഒക്കെ ഉള്ളത്. കരിക്കോട്ടക്കരി എന്നുള്ള പ്രദേശത്തുള്ള ആളുകളുടെ ഒരു ഭീതി കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഒരു ആന ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്, ആക്രമണത്തിന് ആരൊക്കെ ഇരയാകും എന്നുള്ള ഒരു ആശങ്ക. അക്രമവാസനയുള്ള ആനയാകുമ്പോൾ ആ നാട്ടുകാർക്ക് സ്വാഭാവികമായി ഉണ്ടാകും. നിരോധനാജ്ഞയാണ് ഇപ്പോൾ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ 7, 8, 9 വാർഡുകളിൽ. അവിടെ നിന്നൊക്കെയുള്ളവർ ഇപ്പോൾ ഈ സംപ്രേഷണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതലോടെ ഇരിക്കുക. ആനയുടെ മുന്നിൽ പെടാതെ നോക്കുക. മയക്കുവെടി വെച്ച് ആനയെ തിരിച്ചയക്കുന്നതുവരെ.